സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. പലരുടെയും അപ്രിയം പിടിച്ചുപറ്റിയ വസ്തുത, നടിയെ നീചമായി ദ്രോഹിച്ച കേസിൽ തെളിവില്ലാത്തതിനാൽ നടൻ ദിലീപിനെ പ്രേരണാ കുറ്റത്തിൽ നിന്നും കോടതി വിടുതൽ ചെയ്തത്. പക്ഷേ അതേ കോടതി 6 പേരെ കുറ്റവാളികളെന്ന് കണ്ടതും അവർക്ക് ശിക്ഷ വിധിച്ചതും പലരെയും തൃപ്തിപ്പെടുത്തുന്നില്ല. തങ്ങൾ നിശ്ചയിച്ച പോലെ കോടതി വിധിച്ചാലേ അവർക്ക് തൃപ്തിയാകൂ എന്ന് ഏറെ പേർക്ക് അനിഷ്ടം തോന്നാമെങ്കിലും ഈ കോടതി വിധി ഒരു കാര്യം നിശബ്ദം പ്രഖ്യാപിക്കുന്നു. ആളും ആരവും പതിവും മാധ്യമങ്ങളും ചേർന്ന് കോടതിക്ക് പുറത്തു നടത്തുന്ന വിചാരണയോ വിധിയെഴുത്തോ അല്ല കോടതിക്ക് ബാധകമാകുക എന്ന്. ആരവക്കാരുടെ ഇച്ഛാപൂരണമല്ല കോടതിയുടെ ജോലി എന്ന് സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. വിധി ആർക്ക് അനുകൂലമെന്നോ പ്രതികൂലമെന്നോ നോക്കിയല്ല ഈ വായന. പക്ഷേ ഒന്ന് പറയാതെ വയ്യ, കേരള സമൂഹത്തിലെങ്കിലും ലീഗൽ തത്വങ്ങളുടെ ചില ആഭാസങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കോടതിക്ക് പുറത്തെ ആൾക്കൂട്ട ആക്രോശം, നീതിപതികൾ ചമഞ്ഞ് മാധ്യമങ്ങൾ നടത്തുന്ന വിചാരണയും വിധിയെഴുത്തും, അതിജീവിത എന്ന വിളി ചാർത്തപ്പെട്ടവർ പറയുന്നതെല്ലാം അപ്രമാദിത്വമുള്ള അന്തിമ തീർപ്പാണെന്ന് കണക്കാക്കുന്ന സ്ത്രീപക്ഷ കോലാഹല ധർമ്മസംഹിത, ഇതൊക്കെ ആ ആഭാസങ്ങളിൽ പെടും. അവയുടെ എല്ലാം ശബ്ദരഹിതമായ നിരാകരണമാണ് ഈ കോടതി വിധി. അനേകർ മനസ്സാ അംഗീകരിക്കുന്ന കാര്യം, ദിലീപിനെ കുറിച്ചുള്ള വിധിയെഴുത്ത് എടുത്തു പറയേണ്ടി വരുന്നത് ഒറ്റ കാരണത്താൽ. തെളിയാത്ത കുറ്റത്തിനും ശിക്ഷ വിധിക്കണമെന്ന മട്ടിലേറെ പേർ സൃഷ്ടിക്കുന്ന കോലാഹലത്തിന്റെ ഭീഷണി, സർക്കാരിന്റെ തീരുമാനവും അപ്പീൽ സാധ്യതയും കോടതി പ്രക്രിയകളും ഇനിയും മുമ്പിലുണ്ട് എന്ന് ക്ഷമയോടെ ചിന്തിക്കാൻ പോലും മുതിരാതെ സ്വന്തം വിധിയെഴുത്ത് കോടതി വിധിക്ക് മുകളിലാണെന്ന് കരുതുന്നവരുടെ പ്രകടനവും. നിയമത്താൽ ശിക്ഷിക്കപ്പെടുന്ന സർവരും ഒന്നൊഴിയാതെ യഥാർത്ഥത്തിൽ കുറ്റക്കാരാണെന്ന് ഒരു ശാസ്ത്രവും നമ്മുടെ മനസാക്ഷിയോട് പ്രഖ്യാപിക്കുന്നില്ല. ഒരു നിരപരാധി പോലും ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് തറപ്പിച്ചു പറയാൻ പോലീസിനോ നീതിപാലകർക്ക് പോലുമോ കഴിയുമോ? പോലീസ് നിശ്ചയിച്ചുറപ്പിച്ചാൽ ഏത് പ്രതിയും ശിക്ഷിക്കപ്പെടുമെന്ന് ബോധ്യമുള്ളവരല്ലേ ഭൂരിപക്ഷവും? തെളിവുണ്ടായാൽ അത് അവഗണിക്കാൻ ന്യായപീഠങ്ങൾക്ക് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. തെളിവില്ലാതെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നതും അങ്ങനെ തന്നെ. നടിയെ ആക്രമിച്ച കേസിൽ നേരിട്ട് ശാരീരിക കുറ്റകൃത്യം ചെയ്ത ആളടക്കം 6 പേർക്ക് കോടതി ശിക്ഷ വിധിച്ചു. കുറ്റം ശിക്ഷിക്കപ്പെടാതെ പോയി എന്ന് പറയാൻ കഴിയാത്ത വിധം അതിന് തക്ക തെളിവുണ്ടായിരുന്നു. പക്ഷേ ചിലർക്ക് അത് പോരാ. കുറ്റവാളി എന്ന് അവർ വിധിച്ച ദിലീപിനെയും കോടതി ശിക്ഷിക്കണം. കോടതിക്ക് മുമ്പിൽ തെളിവുണ്ടോ എന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർ ആക്രോശിച്ചത് നടക്കണം. കാരണം അവർ സ്ത്രീപക്ഷ അതിജീവിത പക്ഷ നീതിവാദികളാണ് പോലും. തങ്ങളും തങ്ങളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും പറയുന്നത് പോലെ നീതിപീഠങ്ങളും നീങ്ങിക്കൊള്ളും എന്നൊരു മൂഢബോധം ഇത്തരക്കാരെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. അത് അഹന്തയോളം വളർന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ അതിജീവിതകളോടുള്ള ധർമ്മനിഷ്ഠമായ പ്രതിബദ്ധതയല്ല ഇത്. പ്രതിബദ്ധതയുള്ളവരെന്ന് സമൂഹത്തിന് മുൻപിൽ സ്വയം വേഷം കെട്ടുന്നതിന്റെ സന്തോഷവും അതുവഴി രൂപപ്പെടുത്തിയ അഹംബോധവുമാണ് അവരുടെ ചാലകശക്തി. അതിന്റെ മൂർച്ചയോടെയാണ് കോടതി വിധിക്കെതിരെ പരോക്ഷമായി ക്ഷോഭിക്കുന്നതും ഏതൊക്കെയോ സ്ഥാനങ്ങളിൽ നിന്ന് തങ്ങൾ രാജിവെക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ച് ചിലർ നിരാശയും വെല്ലുവിളിയും പ്രകടിപ്പിക്കുന്നതും. പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ലോൺ കൊടുക്കാത്തതിന്റെ പേരിൽ ബാങ്ക് മാനേജരെ സ്ത്രീ പീഡന കേസിൽ പെടുത്തി കരണത്തടിച്ചും കായികമായി ഏറെ ആക്രമിച്ചും നിയമത്താൽ ദ്രോഹിച്ചും കഠിന കുറ്റം ചെയ്ത IPS വരെയുള്ള സ്ത്രീ പോലീസുകാർ ഇപ്പോഴും കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. ഇത്തരം ദുഷ്ടവിശിഷ്ടത ഉണ്ടായാൽ ആർക്കെതിരെയും അബദ്ധക്കേസല്ല,
നീചമായ കള്ളക്കേസ് തന്നെ ആസൂത്രണം ചെയ്യാൻ മടിക്കാത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥകളെയും സങ്കല്പിക്കാൻ സമൂഹത്തിന് യാതൊരു പ്രയാസവുമില്ല. പരാമർശിക്കപ്പെട്ട കേസിൽ അതിജീവതയോട് ചെയ്ത കുറ്റകൃത്യം കഠിന ശിക്ഷാർഹമാണ്. കാരണം ആ നീചകൃത്യത്തിന്റെ ആഘാതം കാലമെത്ര കഴിഞ്ഞാലും അതിജീവിതയെ വിട്ടുപോകണമെന്നില്ല. ഈ സംഭവത്തിൽ സമൂഹം അതിജീവിതയോടൊപ്പം തന്നെ നിൽക്കണം. പക്ഷേ അതിനർത്ഥം അതിജീവിത ഊഹിക്കുന്നവരെയെല്ലാം കുറ്റം വിധിക്കണമെന്നല്ലല്ലോ. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കില്ലാത്ത ഒരാൾ അത് ചെയ്യിച്ചു എന്ന് അതിജീവിതയോ ഒപ്പമുള്ളവരോ അനുമാനിച്ചാൽ മറുചോദ്യമില്ലാതെ കോടതിയും സർവ്വജനവും അനുമാനം അംഗീകരിക്കണമെന്നത് ലീഗൽ തത്വാഭാസം തന്നെയല്ലേ? അതിജീവിതയോട് പ്രതിക്ക് വിദ്വേഷം ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലായിരിക്കാം. ദ്രോഹബുദ്ധി പ്രകടിപ്പിച്ചിരിക്കാം, ഇല്ലായിരിക്കാം. പ്രതി കുതന്ത്രങ്ങളോ മറ്റു നിഷേധ പ്രവണതകളോ ഉള്ള ആളാകാം, അല്ലായിരിക്കാം. പക്ഷേ അതിജീവിതയ്ക്ക് അങ്ങനെ തോന്നലുണ്ട് എന്നല്ലാതെ കോടതിക്ക് മുമ്പിൽ തെളിവെത്തിയില്ല. അതിജീവിതയുടെ തോന്നലും ഊഹവും തെളിവായി കണക്കിലെടുക്കണമെന്നും കോടതി പരിഗണിച്ച കേസിൽ പ്രതി കുറ്റം ചെയ്തതായി വിധിക്കണമെന്നും കൽപ്പിക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ടോ? അത്തരം ഏകപക്ഷീയമായ സ്ത്രീപക്ഷ കുറ്റം വിധിക്കലിനെ രാജ്യത്തെ കോടതികൾ തയ്യാറായിക്കൊള്ളണമെന്ന മനോഭാവം ചില സ്ത്രീപക്ഷവാദികളെയെങ്കിലും പിടികൂടിയിട്ടുണ്ട്. ആ ചിലരിൽ സ്ത്രീകളും പുരുഷന്മാരും മാധ്യമങ്ങളുമുണ്ട്. അഭയ കേസിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഹന്ത കന്യാസ്ത്രീയുടെ സ്ത്രൈണാവകാശങ്ങളെ ചവിട്ടിമെതിച്ചിട്ടും ഒരു സ്ത്രീപക്ഷവാദിക്കും നൊന്തില്ല. ഒരാളും വാ തുറന്ന് മിണ്ടിയില്ല. ആ നടപടി അന്യായമായിരുന്നു എന്നത് ചരിത്രവിധിയായി കോടതി രേഖകളിലുണ്ട്. അത് കേസിന് വേണ്ടിയല്ല, പ്രതിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് യാഥാർത്ഥ്യ ബോധമുള്ളവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. അതിനെതിരെ വാ തുറക്കാത്തവരും ഇപ്പോൾ തെളിവില്ലാത്ത കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിയെ വെല്ലുവിളിക്കാൻ രംഗത്തുണ്ട്. അഭിഭാഷക വേഷമുള്ളവർ വരെ. ദിലീപ് കുറ്റക്കാരനാണെന്നത് അതിജീവിതയുടെയോ മറ്റാരുടെയെങ്കിലും അനുമാനവും ചിന്തയും എന്ന വിധത്തിൽ അംഗീകരിക്കാം. പക്ഷേ അതേ മട്ടിൽ ദിലീപിനെ കുറ്റക്കാരൻ എന്ന് വിധിക്കാത്ത ഗട്ട് ഫീലിംഗ് ഉള്ളവരും സമൂഹത്തിലുണ്ട്. അവർക്കുമുണ്ട് അവരുടേതായ വിധിയെഴുത്ത്. തെളിവില്ലാതെ ധാർമ്മികത സങ്കല്പിച്ചും ഉള്ളറിഞ്ഞും വിധിക്കേണ്ടത് മനുഷ്യരല്ല. അത്തരം വിധിക്കൽ നീതിപീഠങ്ങൾക്ക് നടത്താനും കഴിയില്ല. ദിലീപ് വിട്ടയക്കപ്പെട്ടപ്പോൾ ആശ്വാസം പ്രകടിപ്പിച്ചവരെല്ലാം ദുഷ്ടന്മാരും സ്ത്രീ പീഡകരും ആണെന്നുണ്ടോ? അറപ്പ് തോന്നിയെന്ന് പറഞ്ഞ സ്ത്രീവേഷങ്ങളെല്ലാം അപ്രമാദിത്വമുള്ളവരാണോ? മാധ്യമങ്ങളിൽ അവതരിക്കുന്ന മുൻവിധിക്കാർക്കല്ല സത്യം നിർണയിക്കാൻ ആധികാരികതയുള്ളത്. സ്വന്തം തോന്നലുകൾ ആധികാരിക മൊഴികളും തീർപ്പുകളുമാണെന്ന് കരുതുന്ന നിരവധി സ്ത്രീ പുരുഷ വേഷങ്ങൾ കാലത്തിന്റെ കാഴ്ച. അത് ഒഴിവാക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. പക്ഷേ ശബ്ദമുള്ളവരുടെ എല്ലാം മുൻവിധികൾ വിഴുങ്ങുന്നതിന് മുൻപ് സാധാരണക്കാർക്കും ആലോചന വേണം. വിധിന്യായത്തിന്റെ താത്വിക വ്യാഖ്യാനം പുറത്തുള്ളവർക്കും നടത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ തെളിവുകളുടെ അപര്യാപ്തത ജഡ്ജി തന്നെയാണ് തിരിച്ചറിയുന്നത്. ജഡ്ജിക്ക് രണ്ടു പക്ഷത്തെയും അവതരണങ്ങൾ ചേർത്ത് വെച്ച് പരിശോധിക്കുവാൻ അവസരവും അധികാരവുമുള്ളൂ. ഏതു കേസിലും, പ്രത്യേകിച്ച് സ്ത്രീദ്രോഹ കേസിൽ കുറ്റം തെളിയും മുൻപേ അവനെ വകവരുത്തുക എന്ന മട്ടിലുള്ള പ്രചാരണവും ആക്രോശവും ആവർത്തിച്ചു കേൾക്കുന്നുണ്ട്. അത് സ്വതന്ത്ര നീതിപാലനത്തോടുള്ള വെല്ലുവിളി. കേസിൽ വിധി കേൾക്കാൻ തരം പോലെ ഉപയോഗിക്കാവുന്ന വിധം ഒരു കൈയിൽ ബ്രിക് ബാറ്റും മറുകൈയിൽ ബൊക്കയുമായി എത്തുന്ന സമൂഹ മാധ്യമ ജീവികളുടെ പ്രവണതയും ഇതേ മട്ടിലല്ലേ? ന്യായാധിപന്മാരെ കുറിച്ചുള്ള അവയുടെ വികാര വിസ്താരം അനുവദനീയമാണോ? ഇഷ്ടപ്പെടാത്ത ഏത് വിധിയെയും പണത്തിന്റെ കളി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് നീതിന്യായ സംവിധാനത്തെ അധിക്ഷേപിക്കാനും ദുർബലപ്പെടുത്താനും ആഗ്രഹിക്കുന്നവരുടെ പദ്ധതിയാകാം. പുതിയ മാഫിയ പോലെ അത്തരം ചിലർ ന്യായാധിപന്മാരെ വൈകാരികമായി പുകഴ്ത്തുന്നതും ഇകഴ്ത്തുന്നതും പതിവായിട്ടുണ്ട്. ജനപ്രീതിയോ ജനരോഷമോ നോക്കാതെ വിധിയെഴുത്ത് നടത്തേണ്ടുന്ന ന്യായാധിപ സംവിധാനത്തെ ക്ഷീണിപ്പിക്കുന്ന
ഏത് പ്രവണതയും ഭീഷണിയാണെന്നേ പറയാൻ കഴിയൂ. രാഹുൽ ഈശ്വർ ഇത്ര ഭയങ്കരനായിരുന്നോ? ആ ഭയങ്കരനെ ഒതുക്കാനുള്ള നിയമപാലകരുടെ അധ്വാനം കാണുമ്പോൾ ആളുകൾ അമ്പരക്കുന്നുണ്ടാകും. ഒരു സംശയം, നാട്ടിൽ നിലനിൽക്കുന്നത് സ്റ്റാലിനിസമോ ക്രൂഷ്ചേവിസമോ അതുമല്ലെങ്കിൽ ഉത്തര കൊറിയനിസമോ? ഒരു സാധാരണ ജനാധിപത്യത്തിൽ രാഹുൽ ഈശ്വർ ആശങ്കയുടെ പ്രതീകമാണ്. ഒരു അതിജീവിതയെ നിരന്തരം അധിക്ഷേപിച്ചു എന്ന കാരണം പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊണ്ടല്ല, അതിനുശേഷം ആ ചെറുപ്പക്കാരനെ ഭീകരനെ പോലെ തുറുങ്കിൽ തള്ളുന്ന കാഴ്ചയാൽ ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ഓർമ്മിപ്പിച്ചതുപോലെ സ്വയം ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന മൊഴിയോ തെളിവോ കൊടുക്കാൻ വിസമ്മതിച്ചതിന് ഇത് സ്വയം ദ്രോഹ മൊഴി നൽകാൻ നിർബന്ധിക്കുന്ന അവകാശ ലംഘന പ്രവൃത്തി തന്നെയല്ലേ? ഇതിന്റെ മറ്റൊരു രൂപമല്ലേ സർവരും തള്ളിപ്പറയുന്ന മൂന്നാമുറ കൊണ്ടുള്ള കുറ്റം സമ്മതിപ്പിക്കൽ? പിടിച്ചെടുത്ത ലാപ്ടോപ്പ് തുറക്കാൻ വഴി കണ്ടെത്തേണ്ടത് പോലീസിന്റെ ബാധ്യത. സ്വന്തം സ്വകാര്യത സംരക്ഷിക്കാൻ കുറ്റാരോപിതനുള്ള അവകാശം റദ്ദാക്കിക്കൊണ്ടല്ലോ പോലീസ് അന്വേഷണം നടത്തേണ്ടത്. പോലീസ് അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് റിട്ടയേർഡ് ന്യായാധിപൻ പറയുമ്പോൾ സാധാരണക്കാരും സംശയിക്കുന്നു. തന്നെ തല്ലാനുള്ള വടി അറസ്റ്റിലാകുന്ന ആൾ തന്നെ പോലീസിനെ വെട്ടിക്കൊടുക്കണമെന്ന നിയമം പോലീസ് തന്നെ നിർമ്മിക്കുകയാണോ എന്ന്. അങ്ങനെ വടി വെട്ടിക്കൊടുക്കാത്തത് അന്വേഷണത്തോടുള്ള നിസ്സഹകരണമെന്നും അത് തുറുങ്കിൽ തള്ളാൻ സാധുവായ കാരണമെന്നും പ്രഖ്യാപിക്കുന്ന നിയമമാണോ നിലവിലുള്ളത്? നിരവധി പേരെ അന്യായമായി ദ്രോഹിക്കാൻ പോലീസ് ദുരുപയോഗിച്ചിട്ടുള്ളതാണ് കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കൽ എന്ന ആരോപണം. അതേ മട്ടിലാണോ നിസ്സഹകരണമെന്ന ആരോപണവും? രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ ആശങ്കയ്ക്ക് ന്യായമുണ്ട്. പലർക്കും അസൗകര്യമുണ്ടാക്കുന്ന അരോചക കാര്യങ്ങൾ പറഞ്ഞു എന്നതിന്റെ പേരിൽ ആളെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ. രാഹുൽ പറഞ്ഞത് ആഭാസമോ തീവ്രവാദമോ വിധ്വംസകതയോ ആണെന്ന് കേട്ടവരാരും പഴിക്കുന്നില്ല. അതേസമയം പറയുന്നതിൽ അപാകവും ഭോഷത്വവും വായാടിത്തവും വേണ്ടതിലേറെയുണ്ടെന്ന് കരുതുന്നവർ ഏറെ. കഠിനമായി വിയോജിക്കേണ്ട പലതും ആൾ പറഞ്ഞിരുന്നു. ഒക്കെ ശരി തന്നെ, പക്ഷേ അതൊക്കെ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ലേ? കാണാമറയത്തിരിക്കുന്ന പൊതുസമൂഹത്തിന് ആരെന്നറിയാത്ത അതിജീവിതയെ തുടരെ ആക്ഷേപിച്ചു എന്ന ആരോപണം അവസരമാക്കി ഒരു ചെറുപ്പക്കാരനെ മേലിൽ വാ തുറക്കാതിരിക്കാൻ നിർവീര്യമാക്കുന്നതാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ആശങ്കാജനകമാണ്. അതിജീവിതയെ തിരിച്ചറിയാൻ പോന്നതൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് രാഹുലിന്റെ പക്ഷം. ആ ചെറുപ്പക്കാരൻ തർക്കിച്ചത് ആദർശവാദി എന്നോ മാതൃക പുരുഷനെന്നോ പറയേണ്ടുന്ന ആളിനു വേണ്ടിയല്ല. എങ്കിലും പറഞ്ഞത് അതിജീവത എന്ന പേരിൽ സ്ത്രീ ചൂണ്ടിക്കാട്ടുന്ന പുരുഷന്മാരെല്ലാം ദ്രോഹിക്കപ്പെടുന്ന അവസ്ഥക്കെതിരെയാണ്. സാരാംശത്തിൽ അത് ശരിയുമാണ്. ചരിത്രത്തിൽ ഇന്നോളം സ്ത്രീകൾ അനുഭവിച്ച ദ്രോഹത്തിന്റെ ചരിത്രപരമായ തിരിച്ചടി എന്ന് പൊതുവായി ന്യായീകരിക്കാം. ഏതോ നിയമം കോപ്പിയടിച്ച് രാജ്യത്ത് സ്ത്രീ സംരക്ഷണ നിയമവകുപ്പുകൾ എഴുതിയുണ്ടാക്കിയവരുടെ വകതിരിവില്ലായ്മയുടെ ഫലം. ഓരോ നിർദ്ദേശത്തിന്റെയും വരും വരായികൾ വിശകലനം ചെയ്യാതെ നിയമം പാസ്സാക്കിയെടുത്തവരുടെ അനവധാനതയുടെ ദ്രോഹം. അതിനെതിരെ പറയാൻ രാഹുൽ തെരഞ്ഞെടുത്ത ഉദാഹരണത്തിന് പക്ഷേ മാതൃകാ ഗുണങ്ങളില്ലാതെ പോയത് ക്ഷീണം തന്നെ. എങ്കിലും അതിനുള്ള മറുപടി അവകാശ ലംഘനമാണോ? ഇത് രാഹുലിന്റെ വാക്കുകളിൽ ബുദ്ധിമുട്ടും ഭാവി ഭീഷണിയും കാണുന്ന ഏതോ അധികാര കേന്ദ്രങ്ങൾക്ക് വേണ്ടിയുള്ള പോലീസ് സേവനമെന്ന് കരുതേണ്ടി വരുന്നു. ഇത്തരത്തിൽ യജമാന സേവയ്ക്കായി അവകാശ ലംഘനത്തിന്റെ കടന്ന കൈ തന്നെ പ്രയോഗിക്കാനും തുറന്നു പറയുന്നവരെ നിർവീര്യമാക്കാനും നിയമപാലകർ തുനിയുമെന്നു വരുന്നത് രാഹുലിന് മാത്രമല്ല ജനാധിപത്യ ബോധത്തിനും ഭീഷണിയാണ്. ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടിയതുപോലെ ആ ചെറുപ്പക്കാരന്റെ അതിഭാഷണത്തെയും
അത്യാവശ്യത്തെയും അരോചക ജുഹയെയും പ്രയോജനപ്പെടുത്തിയ മാധ്യമങ്ങളുടെ മൗനവും നിസ്സംഗതയും ലജ്ജാകരം. രാഹുലിനെ ഉപകരണമാക്കിയവർ ആ ചെറുപ്പക്കാരനെ നിർവീര്യമാക്കാൻ നിയമപാലകർ പറയുന്ന ന്യായം വെള്ളം ചേർക്കാതെ വിഴുങ്ങി വാപൂട്ടിയതുപോലെ. പോലീസിന്റെ വിധി രാഹുലിന്റെ കാര്യത്തിൽ അന്തിമവിധി അല്ലെങ്കിലും രാഹുലിനും ചാനലുകളെ കണ്ട് ചാടുന്ന എല്ലാ അത്യാവേശ ഭരിതർക്കുമുള്ള പാഠങ്ങൾ കൂടിയാണ്. സ്വാതന്ത്ര്യമുള്ളപ്പോൾ ബഡായി പറയുന്നത് പോലെയല്ല കേസിൽ പെട്ട ശേഷം പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് പറഞ്ഞു കൊടുക്കുന്ന പാഠം. ചാനലുകളിലെ സ്വന്തം പ്രകടനം കണ്ട് തങ്ങൾ വലിയ സംഭവമായി എന്ന് മൂഢമായി ധരിക്കുന്നത് പോലെയല്ല വസ്തുതയെന്ന് ബോധ്യപ്പെടുത്തുന്ന പാഠം. നിയമവും നിയമ സംവിധാനവും യന്ത്രകരങ്ങൾ മാത്രമാണെന്നും അവയ്ക്ക് ഹൃദയവും വികാരവും ഇല്ലെന്നും ഭീഷണിയും നാട്യവും കൊണ്ട് അവയെ ഇളക്കാൻ ആർക്കും കഴിയില്ലെന്നും മനസ്സിലാക്കി തരുന്ന പാഠം. ആന വാ പൊളിക്കുന്നത് പോലെ അണ്ണാൻ വാ പൊളിക്കരുതെന്ന് മുതിർന്നവർ പറയുന്നതിൽ പ്രായോഗിക വസ്തുതയുണ്ടെന്ന് അപാക മനസ്സുകളെ പഠിപ്പിക്കുന്ന പാഠം. സർവോപരി യഥാർത്ഥമായ ആഴത്തിലുള്ള സഹന മനോഭാവം ആർജിക്കാതെ പ്രശസ്തിക്ക് വേണ്ടി പോരാളിയാകാൻ ശ്രമിച്ചാൽ താങ്ങാൻ കഴിയില്ലെന്നുള്ള വലിയ പാഠവും. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.